ശ്രീജ, തീർച്ചയായിട്ടും രണ്ടു പക്ഷവും കരുതിക്കൂട്ടി തന്നെയാണ് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഇതുതന്നെയായിരിക്കുമെന്ന സർക്കാർ ഇന്നലെ വ്യക്തമായിരുന്നു. കാരണം പ്രതിപക്ഷം ഇന്നും റൂൾ 50 നോട്ടീസ് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷത്തിനാകട്ടെ ഇനി അല്പം പോലും പിന്നോട്ട് പോകാൻ കഴിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ സഭയിലുള്ളത്. കയ്യാങ്കളിലേക്ക് വരെ എത്തിയ പ്രതിപക്ഷ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടെമ്പോ നിലനിർത്തിയേ മതിയാകൂ. ഇന്നും നാളെയും കൂടിയാണ് ഈ ഘട്ടത്തിൽ സഭ ചേരുന്നത്. പിന്നീട് 23-ാം തീയതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയിൽ അതിശക്തമായ ഒരു തരത്തിലും സഹകരിക്കാതെയുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് നിലപാട് സഭയെ തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. ഞങ്ങൾ സമരം തുടരുകയാണ്. മുഖ്യമന്ത്രി ഇതിനെ പറഞ്ഞ വാസ്തവികമായ കാര്യങ്ങളാണ്. കോപ്രായം കാട്ടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ കോപ്രായം കാട്ടിയത് അപ്പുറത്തിരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തുടങ്ങി. ഇന്നും പ്രതിപക്ഷം ബാനറും പ്ലക്കാർഡുകളുമായാണ് സഭയിലെത്തിയത്. ശ്രീജ സൂചിപ്പിച്ച പോലെ സാധാരണ വിഭിന്നമായി ഭരണപക്ഷവും ഇത്തവണ പ്ലക്കാർഡുകളുമായാണ് വന്നത്. പി ചിത്തരഞ്ജനും സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള ഭരണപക്ഷ എംഎൽഎമാരും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചു. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് സഭയിൽ ഉയർത്തിക്കാട്ടിയത്. സർക്കാരിന് വേണ്ടി മന്ത്രിമാരുടെ പട തന്നെ പ്രതിരോധവും ആക്രമണത്തിനുമായി രംഗത്തിറങ്ങുകയായിരുന്നു. ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ്, പിന്നീട് നിയമമന്ത്രി പി രാജീവ്, തൊട്ടുപിന്നാലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, വി ശിവൻകുട്ടി, സിപിഐ മന്ത്രിയായ കെ രാജൻ തുടങ്ങി മന്ത്രിമാരുടെ പട ഇറങ്ങി സർക്കാരിനെ പ്രതിരോധിക്കാനും പ്രതിപക്ഷത്തിനെ ആക്രമിക്കാനും തയ്യാറായി കഴിഞ്ഞു. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. സ്പീക്കർ ഡയസിനടുത്ത് ഇരിപ്പിടത്തിനടുത്ത് വരെ എത്തി പ്രതിഷേധം. പി കെ ബഷീറൊക്കെ ഏത് നിമിഷവും ഡയസിലേക്ക് കയറുമെന്ന നിലയിലാണ് ഇപ്പോൾ സഭയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഭരണപക്ഷവും തയ്യാറാണ്. പ്ലക്കാർഡുകൾ ഇപ്പോഴും സഭയിൽ ഉയർത്തിക്കാട്ടുന്നു. കെ ബാബു, നെന്മാറ എംഎൽഎ കെ ബാബു അടക്കമുള്ളവർ ഇപ്പോഴും പ്ലക്കാർഡ് ഉയർത്തിക്കാണിക്കുന്നു. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏലസ് കെട്ടിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ഉന്നയിക്കുന്നത്. ഇന്നലെ ഡയസിലേക്ക് കയറുകയടക്കം ചെയ്ത എംഎൽഎമാർക്കെതിരെ നടപടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഭരണപക്ഷം എത്തിയതാണ്. സാധാരണഗതിയിലാണെങ്കിൽ നമുക്കറിയാമല്ലോ അത് എങ്ങനെയൊക്കെയാണ് ആ വിഷയം ഏതറ്റം വരെ പോകുമെന്നൊക്കെ അറിയാമല്ലോ. ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നിലേക്ക് പോകണ്ടെന്ന് പറയുന്നത് മുൻപത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻപത്തെ സംഭവങ്ങൾ വീണ്ടും തങ്ങൾക്ക് തന്നെ തിരിച്ചടി അയക്കുമെന്ന കാരണത്താലാണോ? സാധാരണഗതിയിൽ ഇന്നലെ രണ്ട് എംഎൽഎമാർ, അത് മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് ഡയസിന് മുന്നിലൂടെ മതിൽ ചാടിക്കടക്കും പോലെയാണ് അതിനുള്ളിലേക്ക് കയറിയത്. അത് തികച്ചും അസാധാരണമാണ്. വശത്തു നിന്ന് ഇന്നലെ അൻവർ സാദത്തും ഉള്ളിലേക്ക് കടന്നു. ടി വി ഇബ്രാഹിം അടക്കമുള്ള എംഎൽഎമാരും അകത്ത് കടക്കാൻ ശ്രമം നടത്തി. സാധാരണഗതിയിൽ സസ്പെൻഷനിലേക്ക് പോകേണ്ട കുറ്റമാണ് ഈ എംഎൽഎമാർ ചെയ്തത്. പക്ഷേ അതൊരു നടപടിയിലേക്ക് പോകേണ്ടതാണ് നിയമസഭാ സെക്രട്ടറിയുടെയും ഭരണപക്ഷത്തിന്റെയും തീരുമാനം. അതിന് കാരണം സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്താൽ, അവരെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് വീരപരിവേഷം അവർക്ക് ലഭിക്കാൻ ഇടയാക്കും. ഇപ്പോൾ തന്നെ സ്വർണ്ണക്കൊള്ള ഉയർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഓരോ ദിവസവും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്രയധികം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒരു രക്തസാക്ഷി പരിവേഷം കൂടി, വീരപരിവേഷം കൂടി, അയ്യപ്പന്റെ പ്രശ്നം ഉയർത്തിക്കാട്ടി, ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടി സഭയിൽ പ്രതിഷേധിച്ചതിന്, ജനങ്ങളുടെ വികാരം പറഞ്ഞതിന് പ്രതിപക്ഷ എംഎൽഎമാരെ സ്പീക്കർ സർക്കാർ സസ്പെൻഡ് ചെയ്തു വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന ആശങ്ക സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അത്തരം നടപടിയിലേക്ക് പോകാതിരിക്കുന്നത്. സാധാരണഗതിയിൽ സസ്പെൻഷനിലേക്ക് പോകേണ്ട, ചുരുങ്ങിയ സസ്പെൻഷനിലേക്കും പോകേണ്ട ഗുരുതരമായ കുറ്റമാണ് ഇന്നലെ രണ്ട് എംഎൽഎമാരും ചെയ്തത്. ചുരുങ്ങിയ പക്ഷം അൻവർ സാദത്തും മാത്യു കുഴൽനാടനുമെങ്കിലും ചെയ്തത്. പക്ഷേ അവരെ അങ്ങനെ നടപടിയിലേക്ക് പോയാൽ അത് അവർക്ക് കൂടുതൽ രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടാക്കും, രാഷ്ട്രീയ നേട്ടം അവർക്കുണ്ടാക്കും എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാത്തത്. പക്ഷേ ഇന്നും പ്രതിഷേധം കടുക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമല്ല. ഭരണപക്ഷത്തെ അംഗങ്ങളും അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നടുത്തരത്തിനടുത്തേക്ക് അവർ എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായും അത്തരം പ്രതിഷേധത്തിന് അവർ മുതിർന്നേക്കാം. കാരണം വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ അതേ നാണയത്തിൽ നേരിടാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. വളരെ പ്രധാനപ്പെട്ട അജണ്ടകൾ വരേണ്ട ദിവസമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സംസ്ഥാനം നിരന്തരം അവഗണിക്കുന്നു. കേന്ദ്ര ബജറ്റിലടക്കം സംസ്ഥാനത്തെയോ അവഗണന കാട്ടിയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രമേയം കൊണ്ടുവരാനിരുന്നതാണ്. അത് കേന്ദ്ര ബജറ്റിനെതിരെയുള്ള വിമർശനമായി കൂടി ഔദ്യോഗികമായി മാറേണ്ടതാണ്. കേന്ദ്രത്തിൽ അയക്കേണ്ട പ്രമേയമാണ്. അത് അവതരിപ്പിക്കേണ്ട ദിവസമാണ്. മാത്രമല്ല ഇന്ന് ബജറ്റ് ചർച്ച അവസാനിക്കുകയാണ്. സാധാരണഗതിയിൽ ബജറ്റ് ചർച്ച അവസാനിച്ച് അത് സബ്ജക്ട് വിടുന്ന മുമ്പ് തന്നെ ചില പ്രഖ്യാപനങ്ങൾ കൂടി, ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ, ചർച്ചയിൽ ഉയർന്നു വന്ന ആവശ്യങ്ങൾ, ബജറ്റിന് ശേഷം വിവിധ മേഖലകളിൽ ഉയർന്നു വന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി നടത്തേണ്ട ദിവസം കൂടിയാണ്. പക്ഷേ
അതിനൊന്നും പ്രതിപക്ഷം കാത്തു നിൽക്കുന്നില്ല. അവർ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ പ്രതിഷേധം വീണ്ടും ശക്തിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുണ്ട്. നജീബ് കാന്തപുരവും CR മഹേഷും അടക്കമുള്ള MLA-മാർ ഇപ്പോഴും സ്പീക്കറുടെ ഡയസിന് സമീപത്ത് നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തോട് സ്പീക്കർ കടുത്ത അതിർത്തി പരസ്യമാക്കിക്കൊണ്ട് MLA-മാരോടും മറുപടി പറയുന്നു. അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. പ്ലക്കാർഡുകളുണ്ട്, ബാനറുണ്ട്. സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്നു. സ്പീക്കർ അവരോട് മടങ്ങിപ്പോകാൻ പറയുന്നു. ഒരു കാരണവശാലും പിന്മാറില്ല. പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾക്ക് പിന്മാറാനോ സഹകരിക്കാനോ കഴിയില്ല. കാരണം സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT നിർവീര്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാൽ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. അതിന് മറുപടി പറയുന്നതിന് പകരം സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്യുന്നത് സോണിയാഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ MP-മാരെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. അത് കേട്ടിരുന്ന സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. എല്ലാം ഒറ്റ ഫ്രെയിമിൽ എന്നൊരു പ്ലക്കാർഡാണ് ഇപ്പോൾ ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അതായത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരി ഗോവർദ്ധനും ആന്റോ ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കളും സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം പ്ലക്കാർഡായി ഉയർത്തിക്കാട്ടി ഭരണപക്ഷത്തിന്റെ തിരിച്ചടിയാണ്. പ്രതിപക്ഷമാണ് സാധാരണഗതിയിൽ ഇത്തരം പ്ലക്കാർഡുകളുമായി സഭയിൽ വരുന്നതെങ്കിൽ അതേ നാണയത്തിൽ അതേ രീതിയിൽ ഭരണപക്ഷവും പ്രതിരോധിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് സോണിയാഗാന്ധിക്കൊപ്പം മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ പോറ്റിയ ചിത്രങ്ങളില്ലേ, ഞങ്ങളത് പ്രചരിപ്പിച്ചോ, ഞങ്ങൾ അതിൽ മുഖ്യമന്ത്രി അവഹേളിച്ചോ എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തോട് ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഭരണപക്ഷം അതിൽ പിന്മാറുന്നില്ല. ഏതാണ്ട് എല്ലാ MLA-മാരും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്നത്, പ്രതിപക്ഷ പ്രതിഷേധത്തിന് മറുപടി നൽകുന്നത്. ഈ പ്രതിഷേധത്തിനിടയിലും അരുൺ തിരിച്ച് നിയമസഭയിലേക്ക് തന്നെ എത്താം. അസാധാരണമായ ഒരു കാഴ്ചയാണ് നിയമസഭയിൽ നിന്ന് കാണുന്നത്. സാധാരണ പ്രതിപക്ഷ അംഗങ്ങളാണ് പ്രതിഷേധവുമായി പ്ലക്കാർഡോ ബാനറോ ഒക്കെ എന്തെങ്കിൽ ഇത്തവണ ഭരണപക്ഷാംഗങ്ങൾ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ പോസ്റ്ററുകളുമായി സഭയിലിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മിക്കവാറും എല്ലാ ഭരണപക്ഷ MLA-മാരും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ സഭയിലിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോയ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.